നമസ്കാരം. നീ പോടി തടിച്ചി കേട്ടിട്ട് എന്നാ തോന്നുന്നു? വെരി ചീപ്പ് അല്ലേ? ഇതൊക്കെ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഇതൊക്കെ കമൻസ് ആണ് ഇൻസ്റ്റാഗ്രാമിൽ. ഒരു എന്നാ പേര്, ആലൻ ജേക്കബ്സ്, ഐ ലവ് പി സി ജോർജ് എന്ന പ്രൊഫൈൽ പിക്ചറും വെച്ചോണ്ട്, അതുപോലെ തന്നെ ശ്രീകൃഷ്ണ എൻ്റർടൈൻമെൻറ്റ്സ്. എൻ്റെ കൃഷ്ണ കൃഷ്ണ പാവം കൃഷ്ണൻ്റെ പേരും കൂടെ ചീത്തയാക്കുവാണല്ലോ. ഏതായാലും ഇവർ ആണ് ഒന്നാണെന്നാണ് തോന്നുന്നത്. നീ തടിച്ചി എന്നൊക്കെ പറഞ്ഞുള്ള ഡയലോഗ്സ് എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഓരോന്നും പറഞ്ഞ് വിളിക്കുന്നുണ്ട്. മുമ്പ് പറഞ്ഞ പോലെ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഇതിപ്പം ഇന്ന് എന്നോട് എത്രയോ സ്ത്രീകളുണ്ട്. ഞാനിപ്പം 3 പ്രസവിച്ചു. ഒരു പ്രസവം കഴിഞ്ഞൊക്കെ നല്ല വണ്ണം വെച്ചവർ, അതുപോലെ 40-ന് ശേഷം മെനോപോസ് വരുന്ന ആൾക്കാർക്ക് ഇതുപോലെ തന്നെ വണ്ണം വെക്കാനായിട്ട് നല്ല ചാൻസ് ഉണ്ട്. എനിക്കാണെങ്കിൽ ക്യാൻസറിന് ശേഷം ഇപ്പം ഹോർമോണൽ തെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുക. ഹോർമോണൽ തെറാപ്പിയുടെ സൈഡ് ഇഫക്ട്സ് 1 ഇമോഷണൽ ഇംബാലൻസസ്, 2 ഡയബറ്റീസ് വരാൻ ചാൻസ്, 3 വണ്ണം വെക്കുന്നത്, 4 ഉറക്കത്തിനൊക്കെ ചിലപ്പോൾ പ്രശ്നങ്ങൾ വരും. അങ്ങനെയൊക്കെ അധികമായ ചിലപ്പം ഡിപ്രഷനിലോട്ട് പോകാറുണ്ട് ആൾക്കാർ. അധികമായ സൂയിസൈഡൽ ടെൻഡൻസിയും കാണിക്കാറുമുണ്ട്. അപ്പം ഇതെല്ലാം ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടും ഞാൻ വളരെ ബോൾഡായിട്ട് ലൈഫ് ഫേസ് ചെയ്യാൻ നോക്കും. ഇങ്ങനെ ഓരോരുത്തന്മാർ വരും, പൊടി തടിച്ച് ഡീ തടിച്ച് എന്നൊക്കെ പറയും. ഇത് ബോഡി ഷേമിങ് എന്നാണ് ഇതിന് പറയുന്നത്. ബോഡി ഷേമിങ് അത്ര നല്ലതല്ല. ഈ ബോഡി ഷേമിങ് ഉണ്ടല്ലോ, IPC 509-ഉം 498A ഒക്കെ ഭാഗമാണ്. കൊച്ചനിയന്മാരെ, ഈ ബോഡി ഷേമിങ് ചെയ്യുന്നത് അത്ര നല്ല ആണത്വം എന്നൊന്നും പറയത്തില്ല അതിന്. എന്തായാലും ദിസ് ഇസ് നോട്ട് ഡൺ. ഓക്കെ, എൻ്റെ പ്രൊഫൈലിൽ വന്നിട്ട് എന്നെ തടിച്ചെന്നും വിളിച്ച് എന്നെ ആക്ഷേപിക്കുന്നതിന് തുല്യമല്ല. അത് ഓരോ ഈ പ്രസവത്തിന് ശേഷം വണ്ണം വെക്കുന്ന സ്ത്രീകളെ, അമ്മമാരെ ആക്ഷേപിക്കുന്ന തുല്യമാണ്. 2 മെനോപോസ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളെ ആക്ഷേപിക്കുന്ന തുല്യമാണ്. 3 ക്യാൻസർ വന്ന് ഹോർമോണൽ തെറാപ്പി ചെയ്യുന്ന പേഷ്യൻസിനെ കളിയാക്കുന്നതിനും തുല്യമാണ്. അതുകൊണ്ട് ദിസ് ഇസ് നോട്ട് ഡൺ.